അഹമ്മദ് എം പിയെ ആശുപത്രിയിൽ കാണാനെത്തിയ മക്കളെയും അടുത്ത ബന്ധുക്കളെയും ആശുപത്രി അധികൃതർ തടഞ്ഞു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇടപെട്ടിട്ടും ആശുപത്രി അധികൃതർ പ്രവേശനം നിഷേധിച്ചു. ബജറ്റ് അവതരണം തടസ്സപ്പെടാതിരിക്കാൻ മരണവിവരം സർക്കാർ ഇടപെട്ട് മറച്ചുവെച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പാർലമെന്റിൽ കുഴഞ്ഞുവീണ അഹമ്മദ് എം പിയെ രാംമനോഹർ ലോഹ്യ ആശുപത്രിയിൽ സന്ദർശിക്കാൻ മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനുമതി നിഷേധിച്ചതാണ് ബഹളത്തിനും പ്രതിഷേധത്തിനും കാരണമായത്. കാരണം വ്യക്തമാക്കാതെ വിദേശത്ത് നിന്നെത്തിയ മക്കൾക്കും മരുമകനും സന്ദർശനാനുമതി നിഷേധിച്ചതും അവരോട് മോശമായി പെരുമാറിയതുമറിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുതിർന്ന പാർട്ടി നേതാക്കളായ അഹമ്മദ് പട്ടേൽ എന്നിവരും ലീഗ് നേതാക്കളും രാത്രി ആശുപത്രിയിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. എങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങാത്തതിനെ തുടർന്ന് മക്കൾ പോലീസിൽ പരാതി നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷം രാത്രി വൈകി അധികൃതർ വീഴ്ച സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ലീഗ് എംപിമാരും നേതാക്കളും ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ മക്കളെയും മരുമകനെയും അനുവദിച്ച ശേഷമാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. അഹമ്മദിന് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിന് മുമ്പ് അനുമതി തേടിയില്ലെന്നും ഇത് അധാർമികമാണെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പിതാവിനെ കാണാൻ മക്കൾക്ക് അനുമതി നിഷേധിക്കുന്ന സംഭവം തന്റെ ജീവിതത്തിൽ ആദ്യമാണെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. ആശുപത്രി അധികാരികൾ ഈ തീരുമാനങ്ങൾ എടുത്തത് സർക്കാരിന്റെ അറിവോടെയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് അഹമ്മദ് പട്ടേൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗ് എത്തിയ ശേഷമാണ് ലീഗ് നേതാവിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാൻ തീരുമാനിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.